നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാരഥി റെന്റേ കാറാണ് കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രം വൈതക്കാടുള്ള പാസ്പോർട്ട് ഓഫീസിലേക്ക് കുഞ്ഞിന് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആള് ബാംഗ്ലൂരാണ് ജനിച്ചതെങ്കിലും നമ്മളിവിടെ പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്ത സമയത്ത് കുറേ നൂലാമാലകളൊക്കെ പറഞ്ഞിട്ട് നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ട് നടന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കോട്ടയ്ക്കകത്ത് നാലുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അഗ്രോ സൂപ്പർ ബസാറിലേക്കാണ് കേട്ടോ. ഇതൊരു ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെല്ലാം നാടൻ പ്രോഡക്ട്സ് ആണ് കേട്ടോ. നമ്മൾ നോർമലി ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് വാങ്ങുന്ന ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഇവിടെ എല്ലാം തന്നെ ലോക്കലി മെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അത് മാത്രമല്ല MRP ഇട്ടിരിക്കുന്ന വിലയേക്കാളും നമുക്ക് 2-3 രൂപയൊക്കെ കുറച്ചിട്ടാണ് നമുക്ക് ബില്ല് ചെയ്ത് കിട്ടുന്നത്. ഇവിടെ എത്തിപ്പെടാനുള്ള ഏക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ആണ് കേട്ടോ. നമുക്ക് ഈ കോമ്പൗണ്ടിനകത്ത് ഒരു 5-6 കാറിന് മാത്രമേ പാർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. റോഡിന്റെ ഫ്രണ്ടിലൊന്നും നമുക്കത് പാർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഒരുപാട് ദൂരം എവിടെയെങ്കിലും വെച്ചിട്ട് പിന്നെ നമ്മൾ നടന്ന് വരേണ്ടി വരും. പക്ഷെ എത്തിക്കഴിഞ്ഞാൽ നല്ല വർത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നാടൻ പ്രോഡക്ട്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ളൊരു സ്ഥാപനം ഉള്ളതായിട്ട് അറിവില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മാപ്പിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കിട്ടുമല്ലോ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ പറഞ്ഞാൽ തീരാത്ത അത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. അച്ചാറായാലും അതുപോലെ തന്നെ പുട്ടുപൊടി, അതുപോലെ ഉപ്പുമാ മിക്സ്, അതുപോലെ ഫേസ് പാക്കുകൾ, സിറപ്പുകൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ട് ഇങ്ങനെ ഞങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്ക് സോപ്പ് വാങ്ങണമായിരുന്നു. അപ്പോൾ ആ കൈരളിയുടെ സോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കൂടെ വീഡിയോ ആയിട്ട് ഞാൻ നാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം വിത്ത് പ്രൈസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. പിന്നെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചെടികളുടെ തൈകൾ കിട്ടും കേട്ടോ. നമ്മളിതൊന്നും വാങ്ങാൻ നിൽക്കാത്തത് കാരണം ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല. തൈകൾ മാത്രമല്ല വിത്തും കിട്ടും. നമുക്ക് പച്ചക്കറികളുടെ വിത്തും എല്ലാം കിട്ടും. ഇതിൻ്റെ മുകളിലൊരു ഫ്ലോർ ഉണ്ട് കേട്ടോ. 2 നിലയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ കാർഷിക ഉപകരണങ്ങളായ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. വെട്ടുകത്തി, പിച്ചാത്തി ഉണ്ട്, അതുപോലെ തന്നെ ബാക്കി കോടാലി, മൺവെട്ടി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഓരോ പ്രോഡക്റ്റെങ്കിലും എടുക്കാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. അപ്പം ബാക്കി